ഹൈബ്രിഡ് ന്യൂറോ സർജറി? ആരാണ് ഹൈബ്രിഡ് ന്യൂറോ സർജൻ? ഈ കഴിഞ്ഞ ഇടയിൽ 2 കേസുകൾ ഞാൻ വ്യത്യസ്തമായ രീതിയിൽ ചികിത്സിക്കുകയുണ്ടായി. അതില് രോഗം ഒന്ന് തന്നെ ആയിരുന്നെങ്കിലും ചികിത്സ 2 രീതിയിലായിരുന്നു. അതില് ഒരു രോഗി 72 വയസ്സായ ഒരു സ്ത്രീ, അവർക്ക് തലച്ചോറിലെ രക്തക്കൊള്ളുകളിൽ ആന്റീരിയർ കമ്മ്യൂണിക്കേറ്റിംഗ് ആർട്ടറി എന്ന് പറയുന്ന ഭാഗത്ത് ഒരു കുമിള ഉണ്ടാവുകയും അത് പൊട്ടി രക്തസ്രാവം ഉണ്ടാവുകയും ചെയ്തു. അതിന്റെ പേര് അന്യൂറിസം എന്നാണ്. അപ്പോൾ ആ ഒരു രോഗിക്ക് ചെയ്ത ചികിത്സ തലച്ചോറ് തുറക്കാതെ, തലയോട്ടി തുറക്കാതെ തന്നെ രക്തക്കൊള്ളുകളോട് തന്നെ പോയി ചെയ്യുന്ന അന്യൂറിസം കോയിലിംഗ് എന്ന് പറയുന്ന ചികിത്സയാണ് ചെയ്തത്. അവര് ആ കോയിലിംഗിന് ശേഷം 10ാമത്തെ ദിവസം ഡിസ്ചാർജ് ആയി പോവുകയും വീണ്ടും ഒരു തലച്ചോറിലെ രക്തക്കൊള്ളുകൾ അടഞ്ഞു പോകുന്ന ഒരു അവസ്ഥ, വാസോസ്വാസം വന്ന് റീഅഡ്മിറ്റ് ആവുകയും പിന്നെ അത് റിക്കവറി ആയി തിരിച്ചു പോവുകയുമാണ് ഉണ്ടായത്. അതുപോലെ തന്നെ ഒരു 65 വയസ്സായ ഒരു ലേഡിക്ക് അവരുടെ തലച്ചോറിൽ പീകോം എന്ന് പറയുന്ന ഒരു ഭാഗത്ത് പീകോം അന്യൂറിസം ഉണ്ടാകുകയും അതിന് നമ്മൾ അവരുടെ സാമ്പത്തിക സ്ഥിതി കുറവായിരുന്നുകൊണ്ടും അതുപോലെ തന്നെ അവർക്ക് ചെയ്യാൻ സാധിക്കാതിരിക്കുന്ന ഒരു അവസ്ഥ വന്നതുകൊണ്ടും തലയോട്ടി തുറന്ന് ചെയ്യുന്ന ക്ലിപ്പിംഗ് ചികിത്സയാണ് ചെയ്തത്. അവർക്ക് ക്ലിപ്പിങ്ങിന് ശേഷം രോഗി ടൈപ്പ് 2 റെസ്പിറേറ്ററി ഫെയിലിയറിലേക്ക് പോയി. പക്ഷേ എന്നാലും അവർ ജീവിതത്തിലേക്ക് തിരിച്ച് നടന്നു വരുന്ന അവസ്ഥയാണ് ഉണ്ടാകുന്നത്. അപ്പൊ ഈ 2 തരത്തിലുള്ള ചികിത്സകൾ ഒരേ രോഗത്തിന് ചെയ്യുന്നതിനാണ് ഹൈബ്രിഡ് ന്യൂറോ സർജറി എന്ന് പറയുന്നത്. അത് ചെയ്യുന്ന സർജന്മാരാണ് ഹൈബ്രിഡ് ന്യൂറോ സർജൻ എന്ന് പറയുന്നത്. ഇത് രോഗികൾക്ക് ഉള്ള പ്രയോജനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രോഗികളുടെ രോഗാവസ്ഥ അനുസരിച്ചും അവരുടെ സാമൂഹ്യ അവസ്ഥ അനുസരിച്ചും കൃത്യമായ ഒരു ചികിത്സ നമുക്ക് കൊടുക്കാൻ സാധിക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ട കാര്യം.